വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഇന്ന് നമുക്ക് തമിഴ്നാട് സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 കോഴിമുട്ട നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായതിന് ശേഷം ഈ 3 കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക കേട്ടോ. ഇന്നും നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്രൈഡ് റൈസിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കോഴിമുട്ട ചിക്കി പൊരിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ആ ഒരു പച്ചമുളകൊന്ന് മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി സവോള അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഒരുപാട് നേരം വഴറ്റിയെടുക്കുകയൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ക്യാബേജും ഒരു ക്യാപ്സിക്കുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റ് ചെറിയ പീസസ് ആക്കിയിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തതെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് കുറച്ച് കൂടുതലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണേ. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള റൈസ് തലേ ദിവസം തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും തലേ ദിവസം ഇതുപോലെ റൈസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കിട്ടുവേ. അപ്പോൾ ആ റൈസും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റൈസ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. എത്രയേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള തമിഴ്നാട് സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിൽ ആ ഒരു മസാലയും ഒക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഈ ഒരു ഫ്രൈഡ് റൈസിന് സൈഡായിട്ട് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് എടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗ് ബുൾസൈ ചെയ്തിട്ട് അത് ചേർക്കാം കേട്ടോ. അതും നല്ല രസമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്.
ഫ്രൈഡ് റൈസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. എഗ്ഗാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബുൾസൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.